اللهم صل على سيدنا محمد الفاتح لما خلق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ അൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ വൽ ഖാതിമി ലിമാ സബഖ നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി വസഹ്ബിഹി ഹഖ്ക ഖദ്രിക വമിഖ്ദാരിക്കൽ അളീം. പരിശുദ്ധമായ നോമ്പിൻ്റെ രഹസ്യത്തിനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചു. എൻ്റെ കയ്യിലുള്ള ഈ ഗ്രന്ഥം ബഹുമാനപ്പെട്ട ഗൗസുൽ ആലമിൻ്റെ സിറുൽ അസ്റാർ എന്ന് പറയുന്ന ഗ്രന്ഥമാണ്. അതിൻ്റെ 17-ാമത്തെ അധ്യായത്തിൽ ഫസ്ലിൽ ബഹുമാനപ്പെട്ടവർ നോമ്പിനെ വിശദീകരിക്കുന്നുണ്ട്. നോമ്പ് 3 രൂപത്തിലുണ്ട്. ഒന്ന് സൗമു ശരിയ, 2 സൗമു ത്വരീഖ, 3 സൗമുൽ ഹഖീഖ. 3 നിലക്കുള്ള നോമ്പുണ്ട്. തഖ്വ എന്ന് പറയുമ്പോൾ 3 നിലക്കുണ്ടല്ലോ. തഖ്വൽ അവാമുണ്ട്, തഖ്വൽ ഖവാസ് ഉണ്ട്, തഖ്വൽ അഖസുൽ ഖവാസ് ഉണ്ട്. ഏറ്റവും ഉന്നതമായ ആലയായ തഖ്വ. അതേപോലെ തന്നെ നോമ്പ് തന്നെ 3 തട്ടിലാണ്. ശരീഅത്തിൻ്റെ നോമ്പ് എന്ന് പറഞ്ഞാൽ പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്നപാനീയങ്ങൾ വെടിയുക, അതുപോലെ തന്നെ ഭാര്യയുമായുള്ള ജിമാഇനെ നമ്മൾ എന്ത് ചെയ്യുക, പൂർണ്ണമായും ഒഴിവാക്കുക. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളെ തടഞ്ഞു നിർത്തുന്നതാണ് സത്യത്തിൽ എന്ത്, ശരീഅത്തിലുള്ളതായ നോമ്പ് എന്ന് പറഞ്ഞാൽ. പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്നപാനീയങ്ങളൊക്കെ വെടിയണം, അതുപോലെ തന്നെ ഭാര്യയുമായുള്ള ജിമാഅ് വെടിയണം. ഇങ്ങനെ ഒരുപാട് മൻഹിയാത്തുകൾ അള്ളാഹു നമുക്ക് ആ സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, നിർബന്ധമാക്കിയിട്ടുണ്ട്. മൻഹിയാത്തുകൾ നിർബന്ധമാക്കുക എന്ന് പറഞ്ഞാൽ ആ മൻഹിയാത്തുകൾ, അതായത് അള്ളാഹു തആല വിരോധിച്ച കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, പൂർണ്ണമായും ഒഴിവാക്കുക. ഇനി സൗമു ത്വരീഖ, ത്വരീഖത്തിൻ്റെ നോമ്പ് എന്ന് പറഞ്ഞാൽ പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്നപാനീയങ്ങൾ മാത്രം വെടിഞ്ഞാൽ പോരാ, അല്ലെങ്കിൽ ജിമാഅ് പൂർണ്ണമായി ഒഴിവാക്കിയാൽ മാത്രം പോരാ. ഹറാമായ മുഴുവൻ കാര്യങ്ങളെ തൊട്ടും അവൻ്റെ അവയവങ്ങളെയും അവൻ്റെ നഫ്സിനെയും പൂർണ്ണമായിട്ട് എന്ത് ചെയ്യണം, തടയാൻ കഴിയണം. കിബർ, ബുഖ്ല്, ഉജ്ബ്, റിയാ, ശഹ്വത്ത് പോലത്തെ ഒരുപാട് നഫ്സിൻ്റെ രോഗങ്ങളുണ്ട്, അമ്രാദുൽ ഖുലൂബുകളുണ്ട്. അതിനെ പൂർണ്ണമായിട്ടും തടഞ്ഞു നിർത്താൻ കഴിയണം. അതാണ് ത്വരീഖത്തിൻ്റെ നോമ്പ് എന്ന് പറഞ്ഞാൽ. ലാഹിറൻ വ ബാത്തിൻ, ലാഹിറൻ വ ബാത്തിൻ. ഇതിലേതെങ്കിലും ഒന്നിനെ ചെന്ന് സംഭവിച്ചാൽ, ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം പറയണം, ഒരാൾ നോമ്പ് നോറ്റിട്ട് അവൻ്റെ ഹൃദയത്തിൽ നിന്ന് കിബറ് പോയിട്ടില്ല, അവൻ്റെ ഹൃദയത്തിൽ നിന്ന് ഹസദ് പോയിട്ടില്ല, അവൻ്റെ ഹൃദയത്തിൽ നിന്ന് എന്തു പോയിട്ടില്ല, റുജുബും റിയാവും ഷഹ്വത്തൊന്നും പോയിട്ടില്ലെങ്കിൽ ആ ത്വരീഖത്തിൻ്റെ നോമ്പ് ബാത്തിലാണ്. ബഹുമാനപ്പെട്ട ഗൗസുൽ ആലമാണ് എന്ത് ചെയ്യണത്, ഈ വിഷയം പറയുന്നത്. ഈ ശരീഅത്തിൻ്റെ നോമ്പ് എന്ന് പറഞ്ഞാൽ അത് വക്ത് നിശ്ചയിക്കപ്പെട്ടതാണ്. സുബിഹി ബാങ്ക് മുതൽ മഗ്രിബി ബാങ്ക് വരെ എന്ന വക്ത് നിശ്ചയിക്കപ്പെട്ടതാണ് അത്. എന്നാൽ ത്വരീഖത്തിൻ്റെ നോമ്പ് എന്ന് പറഞ്ഞാൽ അത് മുഅബ്ബദാണ്. ഫി ജമീഇ ഉംരിഹി, അവൻ്റെ ആയുസ്സിൽ മുഴുവൻ എന്ത് വേണം, ആ നോമ്പ് വേണം. സുംഅനി ദുനിയാ വളറതിഹാ വലാ തുഫ്തിർ ഇദാ സുംത ഇല്ലാ ഹളറതർ റഹ്മാനി ബിൽ വിസ്വാലിസ്വാൽ. ആ നോമ്പാണ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ നോമ്പട്
തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിലേക്ക് വസൂലാകുമ്പോൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ആ നോമ്പ് അവസാനിക്കൂ. അതാണ് മുഅബ്ബദ്. അബദൻ, കാലാകാലം എന്തുണ്ട്? ആരിഫീങ്ങളെ നോമ്പ് അങ്ങനെയാണ്. ആരിഫീങ്ങളെ നോമ്പ് അവർക്ക് എപ്പോഴും നോമ്പാണ്. ഓല് അന്നപാനീയങ്ങൾ വെടിയുന്നതിന് മാത്രം ഒരു വലിയ പ്രാധാന്യം അവർ കൽപ്പിക്കുന്നില്ല. അതോടുകൂടെ തന്നെ അമ്രാദുൽ ഖുലൂബുകളെ പൂർണ്ണമായി വെടിയുന്നതിലാണ് അവർക്ക് കൂടുതൽ എന്തുണ്ടായിരുന്നത്, ശ്രദ്ധ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് നോമ്പിൻ്റെ ലക്ഷ്യമെന്ന് അവർ മനസ്സിലാക്കുകയും ആ ലക്ഷ്യം നേടുകയും ചെയ്ത ആൾക്കാരായിരുന്നു ആര്? അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളാകുന്ന ഔലിയാക്കൾ. ഇനി മൂന്നാമത്തെ നോമ്പാണ് സൗമുൽ ഹഖീഖ, ഹഖീഖത്തിൻ്റെ നോമ്പ്. ഹഖീഖത്തിൻ്റെ നോമ്പ് എന്ന് പറഞ്ഞാൽ വഅമ്മാ സൗമുൽ ഹഖീഖ, അപ്പോൾ ഹഖീഖത്തിൻ്റെ നോമ്പ് എന്ന് പറഞ്ഞാൽ ഫഹുവ ഇംസാകുൽ ഫുആദി അൻ മഹബ്ബത്തി മാ സിവല്ലാഹ്, ഹൃദയത്തിൽ അല്ലാഹുവല്ലാത്ത സകല വസ്തുക്കളെ തൊട്ടും ഹൃദയത്തിൽ എന്ത് ചെയ്യുക, അള്ളാഹുവിനോട് മാത്രം മഹബ്ബത്ത്, വേറുള്ള സകല വസ്തുക്കളോടുള്ള മഹബ്ബത്തും ഒഴിവായ ഒരു ഖൽബ്. അതാണ് സൗമുൽ ഹഖീഖ എന്ന് പറഞ്ഞാൽ. സൗമുൽ ഹഖീഖ എന്ന് പറഞ്ഞാൽ അതാണ്. ബഹുമാനപ്പെട്ട ഗൗസുല്ലാഹും പറയാണ്, ഫൈദാ വഖഅത് ഫീഹി മഹബ്ബത്തു, ഫൈദാ വഖഅത് ഫീഹി, അവൻ്റെ ഹൃദയത്തിൽ അങ്ങ് സംഭവിച്ചാൽ എന്ത്, മഹബ്ബത്തു ഗൈരില്ല, അല്ലാഹു അല്ലാത്തവരോടുള്ള മഹബ്ബത്തെങ്ങാനും ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ സംഭവിച്ചാൽ ഫസദ സൗമുൽ ഹഖീഖ, ഹഖീഖത്തിന്റെ നോമ്പ് എന്ത് ബത്തലായി. അതാണ് യഥാർത്ഥ നോമ്പ്. അല്ലാഹു അല്ലാത്തവരോടുള്ള ഒരു മഹബ്ബത്തെങ്ങാനും അല്ല, അല്ലാഹു അല്ലാത്തവർക്ക് അവൻ്റെ ഹൃദയത്തിലെങ്ങാനും ഒരു സ്ഥാനം നൽകിയാൽ ആ ഹഖീഖത്തിന്റെ നോമ്പ് എന്തായി, ബാത്തിലായി. ശരീഅത്തിന്റെ നോമ്പ് ഇപ്പോൾ ഒരാളൊരു ഭക്ഷണം കഴിച്ചാൽ ബാത്തിലാവൂലേ, വെള്ളം കുടിച്ചാൽ ബാത്തിലാവൂലേ, കഫ ഇറക്കിയ ബാത്തിലാവൂലേ, ഭാര്യയെ ജിമാ ചെയ്ത ബാത്തിലാവൂലേ. എന്നാൽ ഹഖീഖത്തിന്റെ നോമ്പ് അത് ബാത്തിലാകുന്നത് എങ്ങനെയാണ്? അവൻ്റെ ഹൃദയത്തിൽ അല്ലാഹു അല്ലാത്തവരോടൊരു മഹബ്ബത്ത് വന്നാൽ അത് ബാത്തിലായി. എന്നാൽ ഫലഹു, ആ നോമ്പിനുക്കും എന്തുണ്ട്, ഖളാ ഉണ്ട്. അത് ഖളാ വിട്ടാ എങ്ങനെ, വഹുവ അൻ യർജിഅ ഇലല്ലാഹി തആല വലിഖാഇഹി, അവൻ പൂർണ്ണമായി അള്ളാഹുവിലേക്ക് എന്ത് ചെയ്യണം, മടങ്ങണം, പൂർണ്ണമായി അള്ളാഹുവിലേക്ക് മടങ്ങണം. എന്നിട്ട് അവൻ്റെ ഹൃദയത്തിൽ അള്ളാഹുവിനോടുള്ള മഹബ്ബത്ത് മാത്രം കൊണ്ടുവരുന്ന ഒരു തലത്തിലേക്ക് അവൻ വളരുക. ഇതാണ് സത്യത്തിൽ എന്ത്, ആരിഫീങ്ങളെ നോമ്പ്, ഹഖീഖത്തിൻ്റെ നോമ്പ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നിർബന്ധമാക്കിയത് പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്നപാനീയങ്ങൾ മാത്രം വെടിഞ്ഞ്, അല്ലെങ്കിൽ ശരീരത്തിനൊക്കെ ചില നിബന്ധനകൾ വെച്ച് നമ്മളെ പ്രയാസപ്പെടുത്തലല്ല അല്ലാഹു തആലക്ക് ലക്ഷ്യം. ഒരു മനുഷ്യൻ ഇതൊക്കെ വെടിയലോടുകൂടെ തന്നെ പരിശുദ്ധ റമദാനിൻ്റെ ഓരോ ഹറക്കാത്ത് സക്കനാത്തുകൾക്ക് അല്ലാഹു വലിയ വലിയ പ്രതിഫലം നൽകുകയാണ്. ആ പ്രതിഫലം പൂർണ്ണമായി ഹൃദയത്തിൽ ഏറ്റുവാങ്ങി ഹൃദയത്തിൻ്റെ കണ്ണു തുറന്ന് അള്ളാഹുവിനെ കാണുന്ന ഒരവസ്ഥയിലേക്ക് ഒരു അബ്ദ് എത്തുക എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യുന്നത്, ഈ നോമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ആരിഫീങ്ങളെ നോമ്പ് നോൽക്കാൻ നമുക്ക് എന്ത് ചെയ്യണം, കഴിയണം. ആ ഒരവസ്ഥയിലേക്ക് നമ്മൾ വളരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.